ഹലോ എവരിവൺ, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ അടിമുടി മാറ്റമാണ് വന്നിരിക്കുന്നത്. PSC എക്സാം പാറ്റേണിൽ മെയ് മാസത്തെ എക്സാം കലണ്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷകളിലാണ്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ HSST മാത്തമാറ്റിക്സ് 720/2025, HSST മാത്തമാറ്റിക്സ് ജൂനിയർ 4202 അപേക്ഷകരാണ്. നോർമലി ഇതുവരെ നമുക്ക് OMR ആണ് പരീക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. 100 മാർക്കിന്റെ 1.5 മണിക്കൂറുള്ള പരീക്ഷ, അതിലൊന്നും മാറ്റമില്ല. 21/4/2026 നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ഇവിടെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് 2 ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 8 മണി മുതൽ 11 മണി വരെയുള്ള ഫസ്റ്റ് ഷിഫ്റ്റ്, 10:45 മുതൽ 1:45 വരെയുള്ള സെക്കൻഡ് ഷിഫ്റ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഷിഫ്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സെക്കൻഡ് ഷിഫ്റ്റ് എക്സാം ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം ഇനി വരാനുള്ളത്, 2 ഷിഫ്റ്റുകളിലായിട്ട് പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ, ഒരേ പരീക്ഷ 2 ഷിഫ്റ്റുകളായിട്ട് നടക്കുമ്പോൾ അവിടെ നമുക്ക് നോർമലൈസേഷൻ ഉണ്ടാവും, പെർസെൻറ്റേജിലായിരിക്കും. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആവാനുണ്ട്. ഇനി അടുത്തത് 444 ജിയോളജി, 290 അപേക്ഷകരാണ്. ഓൺലൈനായിട്ട് തന്നെയാണ്. 21 തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. 2 ഷിഫ്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. അടുത്ത പരീക്ഷ 612/2025 ജിയോളജി, അതും ഇതേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് 702/2025 ഹോം സയൻസ്, 2 ബാച്ചുകളിലായിട്ട് ഓൺലൈൻ പരീക്ഷ. ഓക്കെ, അടുത്തത് ജിയോഗ്രഫി ഓൺലൈൻ പരീക്ഷ. ഒരുപാട് പരീക്ഷകൾ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റമാണ് മെയ് മാസത്തിലെ പരീക്ഷാ കലണ്ടറിൽ വന്നിരിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ 611/2025 സൈക്കോളജി ഓൺലൈൻ പരീക്ഷ, 711/2025 കന്നഡ, അതും ഓൺലൈൻ പരീക്ഷ. സൈക്കോളജിയിൽ 781 അപേക്ഷകർ, കന്നഡയിൽ 58 അപേക്ഷകരാണ് വരുന്നത്. ഓക്കെ, സ്റ്റാറ്റി ഓൺലൈനാണ്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സ് ഓൺലൈനാണ്. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 30/4-നാണ്. സ്റ്റാറ്റിസ്റ്റിക്സിനും അതുപോലെ തന്നെ 30/4-നാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത്. ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, സോഷ്യോളജി 712/2025 മെയ് 5-നാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. ഓൺലൈൻ തന്നെയാണ് പരീക്ഷ. 716/2022 ബോട്ടണി മെയ് 5-ന് അഡ്മിറ്റ് കാർഡ്, ഓൺലൈനാണ് പരീക്ഷ. 2 ഘട്ടങ്ങളിലായിട്ട്. ഇതിൽ നമ്മൾ HSST മാത്രമാണ് പരിശോധിക്കുന്നത്. 717/2022 സുവോളജി 7-ാം തീയതിയാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത്. ഓൺലൈൻ പരീക്ഷയാണ്. ഓക്കെ, പഴയതുപോലെ OMR അല്ല, 2 ഘട്ടങ്ങളിലായിട്ടുള്ള ഓൺലൈൻ പരീക്ഷ. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സെയിം പരീക്ഷ 710/2025 HSST ഇംഗ്ലീഷിന് നിലവിൽ OMR തന്നെയാണ്. 7791 അപേക്ഷകരാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷകരുടെ എണ്ണം നോക്കിയിട്ടാണ് ഇത്തരത്തിൽ ഓൺലൈൻ ആണോ OMR ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. 29/5/2026 പരീക്ഷ വരുന്നത്. 15/5 നമുക്ക് ഇംഗ്ലീഷിന്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. 10:30 മുതൽ 12:20 വരെയാണ് പരീക്ഷാ സമയം. അത് ഒറ്റ ഷിഫ്റ്റിലായിട്ട് OMR തന്നെയാണ് HSST ഇംഗ്ലീഷിന് വരുന്നത്. മറ്റെല്ലാ പരീക്ഷകൾക്കും ഓൺലൈനാണ്. 2 ഘട്ടങ്ങളിലായിട്ട് നോർമലൈസേഷൻ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് മെയ് മാസത്തിലെ പരീക്ഷാ കലണ്ടറിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വിശദമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. മറ്റേതൊക്കെ പരീക്ഷകളാണ് ഓൺലൈനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 ഘട്ടങ്ങളിലായിട്ടാണ് HSST പരീക്ഷ നടക്കുന്നത്. ഓൺലൈനായിട്ടാണ്. ഇംഗ്ലീഷ് പഴയ പോലെ തന്നെ OMR പരീക്ഷയാണ് വന്നിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുമ്പോൾ നോർമലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്.